ഇന്നലത്തെ രാവിലെ പോലെ അല്ല കേട്ടോ ഇന്നാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മഴയായിരുന്നു. മക്കൾ അതുകൊണ്ട് തന്നെ മദ്രസയിൽ കോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ കൊണ്ടാക്കി വന്ന ശേഷം അലക്കാനൊന്നും പറ്റിയില്ല, നല്ല മഴയായിരുന്നു. പിന്നെ വേഗം തന്നെ കിച്ചണിൽ കയറി. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബൂരിയും എഗ് റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ അടുപ്പിൽ തന്നെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാനിട്ടു. അപ്പം നമുക്ക് അത്രയും ഗ്യാസ് ലാഭമാണല്ലോ. അങ്ങനെ മുട്ട പുഴുങ്ങാനിട്ടു. സൈഡിൽ നമുക്ക് കുളിക്കാനും പിന്നെ ചോറ് വെക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ബൂരിക്കിള്ളി കുഴച്ച് വെക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടി, മൈദ, പിന്നെ കുറച്ച് റവ ഒരു സ്പൂണൊക്കെ മതി കേട്ടോ. ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വേഗം ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ എഗ് റോസ്റ്റിനുള്ള മസാലയൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് തിളച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പതിമുഖം ഒരു പാത്രത്തിലിട്ടിട്ട് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം റെഡി. ഇതിന് എക്സ്ട്രാ നമ്മൾ തിളപ്പിക്കേണ്ട, കാരണം ഇതിൻ്റെ അടിയിലും കൂടി കരിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി കിടിലനല്ലേ? അങ്ങനെ വേഗം മുട്ടയൊക്കെ ഒന്ന് വേഗം പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കിട്ടോ. നമ്മുടെ മുട്ട റോസ്റ്റിലേക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു മസാലയൊക്കെ അങ്ങോട്ട് ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. പിന്നെ എനിക്ക് വിശന്നിട്ട് പണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും വേഗം കുറച്ച് ബീഫും പിന്നെ പൂരിയൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.